അസ്സലാമു അലൈക്കും. ഷാനു ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടത്. ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 1 മണി. 1 മണിയായിട്ടും ഞാനെന്ത് ഉറങ്ങാത്തത് എന്നുള്ള അത്ഭുതമായിരുന്നു അവൻക്ക്. അല്ലാ, ഇതു ജിനുവിൻ്റെ ഉപ്പയാണല്ലോ. ഇനിയിപ്പോൾ ജിനുവിന് എന്തെങ്കിലും. ഞാൻ കിടക്കുമ്പോൾ വിളിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഹലോ, എന്താ ഉപ്പ? മോനെ, മോൾക്ക് എന്തൊക്കെയൊരു അസ്വസ്ഥത. മോന് പെട്ടെന്ന് ഇവിടേക്ക് വാ. ആയിക്കോട്ടെ, ഞാനിപ്പോൾ വരാം. എങ്ങനെയൊക്കെയോ വേഗം റെഡിയായി ഫോണും എടുത്ത് റൂം ലോക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി ഉമ്മാനെ വിളിച്ചു. ഉമ്മ മുൻപേ പറഞ്ഞു വച്ചിട്ടുണ്ട്, ജിനുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നാൽ എന്നെയും കൂടെ വിളിക്കണമെന്ന്. ഉമ്മാനെ വിളിച്ചപ്പോൾ തന്നെ ഉമ്മ വേഗം ഉണർന്ന് റെഡിയായി. അവർ വേഗം ജിനുവിൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവർ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഉള്ളതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഷാനു സ്പീഡിൽ കാറിൻ്റെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചു. അതിനുശേഷം ജിനുവിനെ വിളിച്ച് അവൻ കാറിലേക്ക് കയറി. പെണ്ണ് വേദനയാൽ ആകെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. കാണുമ്പോൾ അവളേക്കാൾ വേദന ഷാനുവിനാണെന്ന് തോന്നിപ്പോയി. അവിടുന്ന് വേഗം അവർ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെയുള്ള ഓരോ സെക്കൻഡും ടെൻഷനോടെയായിരുന്നു കാത്തിരുന്നത്. എൻ്റെ പെണ്ണിനും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങ് തന്നേക്കണമെന്ന പ്രാർത്ഥനയോടെ. ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ആ സന്തോഷ വാർത്ത അവൻ്റെ കാതിൽ വന്നെത്തി. അവൻക്കൊരു ആൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള വാർത്ത. നഴ്സിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത് ഉമ്മയായിരുന്നു. അതിനുശേഷം ഉമ്മ അവൻ്റെ കയ്യിലേക്ക് വെച്ച് തരുമ്പോൾ അവൻ്റെ കൈ നല്ലതുപോലെ വിറക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ മോനെ, നിൻ്റെ കൈ നല്ലോണം വിറക്കുന്നുണ്ടല്ലോ. അറിയില്ല ഉമ്മ, ചിലപ്പോൾ ടെൻഷനാവും. നല്ലതുപോലെ പിടിക്കട്ടോ. അവൻ്റെ കൈ വിറക്കുന്നത് കണ്ടിട്ടാവും ഉമ്മ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അവനോട് പറഞ്ഞു. ഉമ്മാൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഷാനു വാങ്ങി അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞു കവിളിൽ മെല്ലെ മുത്തം വെച്ചു. ആ സമയം എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു അവന്. അവനെ സ്നേഹിക്കാനും ഒരു അവകാശം കൂടി വന്ന സന്തോഷം. ഇനി അവൻ എൻ്റെ പെണ്ണിനെ ഒന്നുകൂടി കണ്ടാൽ മതി, എൻ്റെ ടെൻഷൻ മുഴുവൻ കുറഞ്ഞോളും. നേഴ്സിനോട് ചോദിച്ചപ്പോൾ അവളെ 1 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും നേരം നല്ലതുപോലെ പുലർന്നിട്ടുണ്ട്. ജിനു, എനിക്കെൻ്റെ മോനെ കണ്ടതിന് ശേഷമാണ് സമാധാനമായത്. ജിനുവിൻ്റെ ബെഡിനരികിൽ പോയിരുന്ന അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എന്നെപ്പോലെ എൻ്റെ മോന് കറുത്തു പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. അവനത് പറഞ്ഞപ്പോൾ ജിനു ദേഷ്യത്തോടെ അവനെ നോക്കി. നീ ദേഷ്യം അവൻ പറഞ്ഞതല്ല മോളെ. എന്നെപ്പോലെ എൻ്റെ മോനെ അവഗണനകൾ ഏറ്റുവാങ്ങാൻ പാടില്ല. കറുപ്പൊരു കുറ്റമല്ല, പക്ഷേ കുറ്റമായി കാണുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് പേടിയായിരുന്നു മോളെ. നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചവനോട് പറഞ്ഞത് എൻ്റെ കളറ് നീ എൻ്റെ കുഞ്ഞിന് കൊടുക്കല്ലേ എന്നാണ്. ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ്, വളരെ വളരെ ഹാപ്പി, അൽഹംദുലില്ലാഹ്. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ മോനെ കണ്ണു തുറന്നത് കണ്ടോ? വയറ്റിലുള്ളപ്പോൾ ഈ ശബ്ദം നല്ല പരിചയമല്ലേ? അതാണ് ഇതുവരെ കണ്ണടിച്ച് കിടന്ന ആള് ഷാനുഖാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഉണർന്നത്. എന്തെങ്കിലും കഴിക്കാൻ വേണോ പെണ്ണെ, നിനക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ. വീണ്ടും അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും വേണ്ട ഷാനുക്ക, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഷാനുക്ക എൻ്റെ അടുത്ത് നിന്നാൽ മതി. ഞങ്ങൾക്ക് അവിടേക്ക് വരാമോ? ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഷാഹിയും സാനിയും ഉണ്ട് ഡോറിന് മുൻപിൽ. ആഹാ, എളാമ്മേ നേരത്തെ തന്നെ വന്നല്ലോ. ഷാഹിയെ നോക്കി ചിരിയോടെ പറഞ്ഞു. പോടാ, നേരത്തെ വരാൻ നിന്നതാ, വരാൻ പുറപ്പെട്ടപ്പോഴേ പുറത്ത് നല്ല മഴ. ഓ, സമ്മതിച്ചു. എന്നാൽ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പുറത്തുണ്ടാവും. ഷാനുക്ക, ആര്യയെ വിളിച്ചില്ലേ? വിളിച്ചു, അവൻ വരുന്നുണ്ട്. ഞാനൊന്ന് പുറത്ത് പോയി നോക്കട്ടെ. സാർ. പുറത്തേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആദിയുടെ ശബ്ദം. നീ ഇത്ര വേഗം ഇവിടെ എത്തിയോ? കുറച്ച് സ്പീഡ് കൂട്ടി വിട്ടു. ചേച്ചി, ജിനുവും വാവയും ഇവിടെ വാ, ഞാൻ കാണിച്ചു തരാം. ആദ്യം ഷാനു റൂമിലേക്ക് ചെല്ലുമ്പോൾ മോൻ ഷാഹിയുടെ കയ്യിലാണ്. ആദിയെ കണ്ടപ്പോൾ ഷാഹി വേഗം അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇനി കുറച്ച് സമയം മാമൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ്. മോൻ സാറിനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ഞാനും ജിനുവിനോട് പറഞ്ഞതല്ലേ? ജിനു. ഷാഹി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. എന്നെപ്പോലാണെങ്കിലും എൻ്റെ കളറ് കിട്ടിയില്ലല്ലോ. ഇല്ലെങ്കിൽ കറുത്തു പോയതിൻ്റെ പേരിലേ എന്നെപ്പോലെ എൻ്റെ മോനും കുറേ ഇടങ്ങാറാവേണ്ടി വരും. അതിന് ഷാഹിയും ആദിയും ഷാനുവിനെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല.
കുറച്ച് സമയം കൂടി അവിടെ നിന്നതിന് ശേഷം എല്ലാവരും പുറത്തേക്കിറങ്ങി. സാനി മാത്രം ജിനുവിൻ്റെ അടുത്ത് നിന്നു. അവർ പുറത്തേക്കിറങ്ങുമ്പോൾ ജിനുവിൻ്റെ അനിയത്തിയും അവരുടെ കുടുംബക്കാരും എല്ലാം ഇങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ട്. അവരോട് മിണ്ടാതെ പോകുന്നത് മോശമല്ലേ എന്ന് കരുതി കുറച്ചു നേരം അവരോട് സംസാരിച്ചു. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം ജിനു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് പോയി. അവൾ വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് ഷാനും ഓഫീസിൽ പോയി തുടങ്ങിയത്. ആഴ്ചകൾക്ക് ശേഷം രാവിലെ പതിവ് പോലെ താഴേക്കിറങ്ങി വന്നപ്പോൾ സാനി മാത്രമുണ്ട് കിച്ചണിൽ. ഈ ഇടയായിട്ട് ഉമ്മ ഇപ്പോൾ നേരത്തെ എണീറ്റ് സാനിയെ ജോലിയിലെല്ലാം സഹായിക്കാറുണ്ട്. പിന്നെ ഇന്ന് എന്ത് പറ്റിയാവോ, ഒന്ന് റൂമിൽ പോയി നോക്കട്ടെ. ഷാനു റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ പുതച്ചും മുടി കിടക്കുകയാണ്. ആ കിടപ്പ് കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി. ഉമ്മ, ഒരു മൂളൽ മാത്രമുണ്ട്. എന്തു പറ്റി ഉമ്മ, പനിയുണ്ടോ? പുതപ്പ് മാറ്റി നെറ്റിയിൽ കൈവച്ച് നോക്കി. അല്ലാ, നല്ല ചൂടുണ്ടല്ലോ. ഉമ്മ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. സാനി, എന്താ ഷാനുക്ക? നീ ഉമ്മാക്കൊരു ഗ്ലാസ് ചായ കൊണ്ടുവാ. എന്താ ഷാനു, അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ എടുത്തു കൊടുക്കാൻ? ഉമ്മാക്ക് വയ്യേ? ഷാഹിയാണോ ചോദിച്ചത്. ഉമ്മാക്ക് വയ്യടാ, നല്ല പനിയാ. അതൊരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതി, പനി കുറഞ്ഞോളും. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് ഹോസ്പിറ്റലിൽ പോവേണ്ടി വരും, അല്ലാതെ പാരസെറ്റാമോൾ കഴിച്ചാലൊന്നും ഈ പനി കുറയില്ല. കഴിഞ്ഞ ദിവസമേ സാനിക്ക് തലവേദന ആവുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞതാ, ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട, നീ പോയി തലവേദനയുടെ ഗുളിക വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ തിരിച്ചും ഇങ്ങനെയൊക്കെ മതി. പകരം വീട്ടാനുള്ള സമയമല്ല ഷാഹിദ്. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴും സാനി ഉമ്മാക്കുള്ള ചായയുമായി വന്നു. ഉമ്മ എണീക്ക്, ഈ ചായ കുടിക്കുക, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഉമ്മ പുതച്ച പുതപ്പ് പോലും ചുട്ടുപൊള്ളുന്നു. ഷാനു തന്നെയാണ് ഉമ്മാനെ ചായ കുടിപ്പിച്ചു കൊടുത്തത്. മുഴുവനും കുടിക്കുമ്മ. മതി മോനെ, ഞാൻ പോയി ഡ്രസ്സ് മാറി വരാം. ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട മോനെ. അതൊന്നും പറ്റൂല, അത് ഞാൻ തീരുമാനിച്ചോളാം. അവർ പോകുന്നത് നോക്കി ഷാഹി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചോദിച്ചില്ല. ഉമ്മാനോടുള്ള ദേഷ്യമാണ് അവൻ കാണിക്കുന്നത്. പക്ഷെ ഒരാൾക്ക് വയ്യാതിരിക്കുമ്പോഴല്ലല്ലോ ദേഷ്യം കാണിക്കേണ്ടത്, അതും സ്വന്തം ഉമ്മാനോട്. ഹോസ്പിറ്റലിൽ പോയി ഉമ്മാനെ കാണിച്ച് അവർ വീട്ടിലേക്ക് മടങ്ങി. ഉമ്മാക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഒന്നും വേണ്ട മോനെ. ഇടയ്ക്കിടയ്ക്ക് ഉമ്മ കൈക്കൊണ്ട് കണ്ണുകൾ തുടക്കുന്നുണ്ട്. എന്തു പറ്റും ഉമ്മ, തലവേദന ഉണ്ടോ? വീട്ടിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വേഗം ഗുളിക കഴിച്ചാൽ അപ്പോൾ കുറഞ്ഞോളും. മോനെ ഓഫീസിൽ പോകാൻ വൈകിയില്ലേ? അത് കുഴപ്പമില്ല, ഒരു ദിവസം വൈകിയെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോണില്ല ഉമ്മ. അവർ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ ഷാഹി ഷോപ്പിലേക്ക് പോയി റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു എന്നുള്ള ചോദ്യം പോലും അവനിൽ നിന്നും ഉണ്ടായില്ല. സാനി, ഉമ്മാക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്, ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക കഴിക്കാണ്ട്. ഇതാണ് ഉമ്മാൻ്റെ മരുന്നുകൾ, അതൊന്ന് നോക്കി നീ കറക്റ്റായിട്ട് എടുത്ത് കൊടുക്കട്ടോ. ഞാൻ പോയി കുളിക്കട്ടെ. ഷാനിക്ക പോയി കുളിച്ചോ, ഞാൻ കൊടുത്തോളാം. കുളി കഴിഞ്ഞ് റെഡിയായി ഇറങ്ങുമ്പോഴേക്കും സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഷാനു താഴേക്ക് ചെല്ലുമ്പോൾ സാനി അവൻക്കുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഉമ്മ എന്തെങ്കിലും കഴിച്ചു സാനി? ആ കഴിച്ചു, ഞാൻ മരുന്ന് കൊടുത്തു. ഷാനു റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ ബെഡിൽ നിന്നും എണീറ്റിരിക്കുന്നുണ്ട്. പനി കുറവുണ്ടോ ഉമ്മ? നെറ്റിയിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പോഴും പനിയുണ്ട്, എന്നാലും മുൻപത്തെ അത്രയുമില്ല. ഉമ്മ കിടന്നോ, ഞാൻ പോയി വരാം. നല്ലപോലെ ഭക്ഷണം കഴിക്കട്ടോ, അതുപോലെ മരുന്നും കഴിക്കാൻ മറന്നു പോണ്ട. അത് പറയുമ്പോൾ ഉമ്മ നിറകണ്ണുകളോടെ അവനെ നോക്കുന്നുണ്ട്. ഷാനുക്ക, അതേ ഞാൻ കഴിക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് സമയമില്ല സാനി, ഇന്ന് സിദ്ധു ലീവാണ്. ഇപ്പോൾ തന്നെ സമയം 10 മണി കഴിഞ്ഞു. എന്തെങ്കിലും കഴിച്ചിട്ട് പോ മോനെ. വേണ്ട ഉമ്മ, ഞാൻ ഫ്രീ ആകുമ്പോൾ എന്തെങ്കിലും പോയി കഴിച്ചോളാം. പാവൻ്റെ മോനെ. ഷാന് പോകുന്നത് നോക്കി ഉമ്മ നിറകണ്ണുകൾ തുടച്ചു നോക്കി പറഞ്ഞു. സാറിന് എന്താ വരാൻ വൈകിയത്? ഷാനു അല്പം വൈകിയാൽ ആദിക്ക് ടെൻഷനാണ്. വീണ്ടും കൈക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടാണോ, ഡ്രൈവ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനാണ് അവന്. പിന്നെ ഉമ്മാക്ക് വയ്യാത്ത കാര്യമെല്ലാം അവനോട് പറഞ്ഞു. വൈകിട്ട് ഓഫീസിൽ നിന്നിറങ്ങി ഷാനും ആദ്യം ഓരോ ചായ കുടിച്ച് അല്പസമയം ഇരുന്ന ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചത്. വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മാക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി. അവൻ ചെല്ലുമ്പോൾ സാനി മാത്രമുണ്ട് ഉമ്മറത്ത്. നീ എന്തേ തനിച്ചിരിക്കുന്നത്? ഉമ്മ എവിടെ? ഉമ്മ എപ്പോഴും കിടക്കാണോ? പനി കുറവില്ലേ? ഇതുവരെ ഷാനിക്കാനെ നോക്കി ഇവിടെ ഉണ്ടായിരുന്നു. മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? കഴിച്ചു. ഇത് കുറച്ച് ഫ്രൂട്ട്സാണ്, ഉമ്മാക്ക് കൊടുക്ക്. ഞാൻ പോയി ഫ്രഷ് ആവട്ടെ, എന്നിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിക്കോളാം. അവൻ ഫ്രഷായി ഉമ്മാൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ ജനൽ വഴി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്.
ഉമ്മ. അവൻ്റെ ശബ്ദം കേട്ടതും ഉമ്മ വേഗം കണ്ണു തുടച്ച് അവനെ ഒന്ന് നോക്കി. പനിയൊക്കെ കുറഞ്ഞ് എൻ്റെ ഉമ്മ ഉഷാറായല്ലോ. അതിന് മറുപടിയായി ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് ഒരു കരച്ചിലായിരുന്നു. ഉമ്മാൻ്റെ ആ പ്രവൃത്തിയിൽ അവൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ആദ്യമായിട്ടാണ് ഉമ്മാനെ അവൻ അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് എന്തു പറയണമെന്നറിയാതെ ഉമ്മാക്ക് മുമ്പിൽ അങ്ങനെ നിൽക്കാനേ അവൻക്ക് കഴിഞ്ഞുള്ളൂ. വേദനകൾ മാത്രം തന്നിട്ടും എങ്ങനെയാ മോനെ നിനക്കിനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? പിന്നെയും എന്തൊക്കെയോ പെറുക്കി പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് പറയുന്നത് കൊണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കാര്യം മനസ്സിലായി, ഉമ്മാൻ്റെ തെറ്റുകൾ ഉമ്മാക്കിപ്പം ബോധ്യമായെന്ന്. ഉമ്മാനോട് മോൻ ക്ഷമിക്കില്ലേ? അവൻ്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ സമയം ഉമ്മാൻ്റെ കണ്ണുനീർ അവൻ്റെ മുഖത്ത് പതിയുന്നുണ്ടായിരുന്നു. ഞാനെന്ന് വീണു പോയപ്പോൾ ഞാൻ സ്നേഹിച്ച മകനല്ല എന്നെ കൈപ്പിടിച്ച് ഉയർത്താൻ ഉണ്ടായത്. എന്നെ സ്നേഹിച്ച മകനാണ് ഉണ്ടായത്. അറിവില്ലായ്മ കൊണ്ട് ഈ ഉമ്മ മോനോട് എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. മോൻ ഉമ്മാക്ക് പുറത്തു തരാൻ കേട്ടോ. എനിക്ക് ഉമ്മാനോട് ദേഷ്യമൊന്നുമില്ല, എന്നും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. അത് ദേഷ്യം കൊണ്ടല്ല ഉമ്മ, വീണ്ടും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഉമ്മാക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഹൃദയം കൊടുത്ത് സ്നേഹിക്കേണ്ടത്. എല്ലാം തിരിച്ചറിയാൻ ഈ ഉമ്മ കുറച്ച് വൈകിപ്പോയി മോനെ. സാരമില്ല, ഇനി എൻ്റെ ഉമ്മ പഴയ സ്വഭാവത്തിലേക്ക് പോവാതെ ഇരുന്നാൽ മതി. എനിക്ക് വേണ്ടത് ഈ ഉമ്മേനായാണ്, ഇതുപോലെ കളങ്കമില്ലാതെ സ്നേഹിക്കാൻ പറ്റുന്ന ഈ ഉമ്മാനെ. അവനത് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ കൈകൾ ഒന്നുകൂടി അവനിലേക്ക് മുറുകി, സ്നേഹത്തോടെ, അതിലേറെ വാത്സല്യത്തോടെ. ഇതെല്ലാം കണ്ട് ഡോറിന് മുമ്പിൽ നിൽക്കുകയായ സാനി അവളെ നോക്കി അവനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അന്ന് വല്ലാത്തൊരു സമാധാനമായിരുന്നു. ഷാനുവിന് ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു ഉമ്മാനെ. പക്ഷെ അന്നെല്ലാം അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായിട്ടായിരുന്നു ഉമ്മാൻ്റെ സ്വഭാവം. ഈ സ്വഭാവം മാറ്റാൻ അവൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. ഇന്ന് ഉമ്മയായിട്ട് തന്നെ സ്വഭാവം മാറ്റി. അനുഭവം ഉമ്മാൻ്റെ സ്വഭാവം മാറ്റിച്ചു എന്ന് വേണം പറയാൻ. കുറച്ചുകൂടി ഉമ്മാൻ്റെ അരികിലിരുന്ന് അവർ 3 പേരും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഷാനു റൂമിലേക്ക് പോയി ഫോണെടുത്ത് ജിനുവിനെ വിളിച്ചു. എന്നും അവൻ ഈ സമയത്ത് വിളിക്കും. കാരണം ഈ സമയത്ത് വിളിക്കുമ്പോൾ മോൻ ഉണർന്ന് കിടപ്പാവും. അവൻ സംസാരിക്കുമ്പോൾ അവൾ ഫോൺ ലൗഡ് സ്പീക്കറിലിടും. അവനെ ഫോണിൽ കൊഞ്ചിക്കുന്നത് കേട്ട് അങ്ങനെ കിടക്കും. ഇപ്പോൾ മോൻക്ക് അത് ശീലമായിട്ടുണ്ട്. ഉപ്പാൻ്റെ ഖൽബ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു ചിരിയുണ്ട്. ആ ചിരി കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. അവൻ്റെ സംസാരം കഴിഞ്ഞ് അവൻ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആളെ വിരുമ്പി കരയാൻ തുടങ്ങും. അതെല്ലാം ജിനു വീഡിയോ കോൾ ചെയ്ത് അവൻക്ക് കാണിച്ചു കൊടുക്കും. കാണുമ്പോൾ അവനും സങ്കടമാവും. പെട്ടെന്ന് ദിവസം ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നാണ് പ്രാർത്ഥന. പിറ്റേന്ന് രാവിലെ എണീറ്റ് താഴേക്ക് ചെല്ലുമ്പോൾ ഉമ്മയുടെ കൂടെ സാനയുമുണ്ട് കിച്ചണിൽ. എന്തിനാ ഉമ്മ വയ്യാതെ അടുക്കളയിലേക്ക് വന്നത്? ഉമ്മാക്ക് അവിടെ കിടന്നുകൂടായിരുന്നോ? ഇപ്പോൾ കുറവുണ്ട് മോനെ, ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ. ചെറിയൊരു പനി വന്നപ്പോഴേക്കും നീ ഉമ്മാനെ രോഗിയാക്കിയോ ഷാനു? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു പാരസെറ്റാമോൾ കൊണ്ട് ഒതുക്കാൻ പറ്റുന്ന പനിയേ ഉണ്ടായിരുന്നുള്ളൂന്ന്. നീയാണത് വലുതാക്കിയത്. അവനത് പറഞ്ഞപ്പോൾ ഉമ്മ സങ്കടത്തോടെ ഒന്ന് നോക്കി. മതി ഷാഹി, ഓവറാവല്ലേ. ഉമ്മാൻ്റെ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിലേ അത് തിരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ കൂടുതൽ കുത്തി നോവിക്കാനല്ല നോക്കേണ്ടത്. നിനക്ക് എങ്ങനെ പറ്റുന്നു ഷാനി ഇങ്ങനെയൊക്കെ? മതി മതി ഷാഹി, നമുക്ക് ആ വിഷയം വിടാം. ഓ ഞാൻ നിർത്തി. ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല, ഉമ്മാനെ വിഷമിപ്പിക്കാനുമില്ല. പോരെ മതി. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം പറ. അവരുടെ സംസാരമെല്ലാം ശ്രദ്ധിച്ചു നിൽക്കുന്ന ഉമ്മാൻ്റെ മനസ്സിൽ ഷാനുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മുകളിലായിരുന്നു. പിന്നെയുള്ള ഓരോ ദിവസങ്ങളിലും ഉമ്മാൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം ഷാനുവിനെ കിട്ടിക്കൊണ്ടിരുന്നു. അത് കാണുന്ന ഷാഹിക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അങ്ങനെ 3 മാസങ്ങൾക്ക് ശേഷം ഇന്നായിരുന്നു മോനും ജിനുവും വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് അത്യാവശ്യ ബന്ധുക്കളും വീട്ടിലെത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആളും ബഹളുമായി വീട്ടിൽ നല്ല തിരക്കാണ്. ചിലർ ഭക്ഷണം കഴിച്ചു പോയി, ചിലർ നാട്ടുവർത്താനങ്ങളും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതുവരെ മോൻ്റെ അടുത്തേക്ക് ജുനുവിൻ്റെ അടുത്തേക്ക് പോവാൻ ഷാനുവിന് കഴിഞ്ഞിട്ടില്ല. പോവാൻ നിൽക്കുമ്പോൾ ആരെങ്കിലും സംസാരിച്ച് അവൻ്റെ അടുത്തേക്ക് വരും. പിന്നെ അവരെ എവിടെ നിർത്തി അവൻ റൂമിലേക്ക് പോകുന്നത് മോശമല്ലേ? പിന്നെ വന്നവർ പോകുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുകയല്ലാതെ അവൻക്ക് വേറെ വഴിയില്ലായിരുന്നു. ഇതെല്ലാം കണ്ട് ആദിയും ഷാഹിയും അവനെ നോക്കി ആക്കി ചിരിക്കുന്നുണ്ട്.
കുറച്ചുകൂടി ക്ഷമിക്ക്, ഇപ്പോൾ പോവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ശല്യം ചെയ്യാൻ ആരും വരില്ല. അവൻ്റെ ദേഷ്യം കണ്ടിട്ടാവും ഷാഹി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ വന്നവരിൽ ലാസ്റ്റ് പോയത് മാമനും മാമയും മോളുമായിരുന്നു. അവർ യാത്ര പറഞ്ഞതും അവൻ റൂമിലേക്ക് ഓടി. അവൻ ചെല്ലുമ്പോൾ റൂം അടഞ്ഞു കിടപ്പാണ്. ഇനി ഞാൻ വരാത്ത പരിഭവം കാരണം പെണ്ണ് ഡോർ അടിച്ച് പൂട്ടിയോ? പതിയൊന്ന് ഡോറിൽ തട്ടി നോക്കി. ഉച്ചത്തിൽ തട്ടാൻ ഒരു പേടി. മോൻ ഉറങ്ങുകയാണെങ്കിലോ? കുറച്ച് സമയം അങ്ങനെ നിന്നിട്ടും ഡോർ തുറക്കാത്തത് കണ്ട് അവൻ ലോക്ക് തിരിച്ച് ഡോർ തള്ളി നോക്കിയപ്പോൾ ഡോർ തുറന്നു. അപ്പോൾ ഡോറ് ലോക്കല്ലായിരുന്നു അല്ലേ? റൂമിലേക്ക് ചെല്ലുമ്പോൾ മോൻ നല്ല ഉറക്കമാണ്. കുറച്ച് സമയം മോൻ്റെ അടുത്തിരുന്ന് ആ കുഞ്ഞു മുഖത്തേക്കൊന്ന് നോക്കി. എല്ലാവരും പറഞ്ഞത് ശരിയാ, എന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. എൻ്റെ കളർ മാത്രം കിട്ടിയിട്ടില്ല. അത് ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാകും. എന്നെപ്പോലെ കറുത്തു പോയതിൻ്റെ പേരിൽ എൻ്റെ മോനെ ആരും കളിയാക്കാൻ പാടില്ല. ഒന്ന് താഴ്ന്നു നിന്ന് ആ കുഞ്ഞു കവിളിൽ മുത്തം വെച്ചു. അവൻ്റെ സ്പർശനം അറിഞ്ഞത് കൊണ്ടാവും ആള് ഉണരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പതിയെ തട്ടിക്കൊടുത്തു. അങ്ങനെ തന്നെ കിടത്തി. ഇനി പതവ ഉണർത്തിയാൽ പെണ്ണ് വഴക്ക് പറയും. അപ്പോഴാണ് അവിടെ ആകെ തിരിഞ്ഞത്. ബാത്റൂമിൽ നോക്കി അവിടെയില്ല. മോനെ ഉറക്കിക്കെടുത്തി. ഇവളത് എവിടെ പോയി? താഴേക്ക് അവൾ വന്നിട്ടില്ല. ഇനി ഡ്രസ്സിങ് റൂമിലുണ്ടോ? അവിടെയും കൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പാതി ചാരിയിട്ട ഡോറ് പതിയെ തുറന്നു നോക്കുമ്പോൾ പെണ്ണ് ഡ്രസ്സ് മാറുകയാണ്. ഒരു കള്ളച്ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നു. തിരിഞ്ഞു നിന്ന് ഡ്രസ്സ് മാറുന്ന അവളെ ഇരു കൈകളാൽ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് പെണ്ണ് പേടിയോട് നിലവിളിച്ചു പോയി. ഡീ, ഒച്ച വെക്കല്ലേ, ഇത് ഞാനാ. അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് വന്നേക്കുന്നു. ഷാനുക്കാക്ക് എന്താ ശബ്ദം ഉണ്ടാക്കി വന്നൂടെ? ശബ്ദം ഉണ്ടാക്കി വന്നാൽ ഈ കാഴ്ച കാണാൻ പറ്റുമോ? അല്ല, എന്താ മോൻ്റെ ഉദ്ദേശം? ഉദ്ദേശം പറയണോ അത് ചെയ്ത് കാണിക്കണോ? ഇവിടെ ആയിരുന്നു ഇത്രയും സമയം. എന്നെയും മോനെയും മെയിൻറ്റ് ചെയ്യാതെ താഴെ നിൽക്കുകയായിരുന്നല്ലോ. ജിനോ, ഒത്തിരി തവണ ഞാൻ വരാൻ ശ്രമിച്ചതാ. അപ്പോഴേക്കും ആരെങ്കിലും വരും സംസാരിക്കാൻ. പിന്നെ അവരെ അവിടെ നിർത്തി ഇവിടെ കൂടെ വരുന്നത് മോശമല്ലേ? ഡെലിവറി കഴിഞ്ഞാൽ നീ തടിക്കുമെന്നാണ് ഞാൻ കരുതിയത്. മുഖം മാത്രം കുടിച്ച് തടിച്ചിട്ടുണ്ട്. അത്ര മതി, എനിക്കിതാ ഇഷ്ടം. ഇനി ഡെലിവറി എല്ലാം ഇവിടെ തന്നെ മതി. 7ാം മാസത്തിലുള്ള പോക്കും വേണ്ട. ഡെലിവറി കഴിഞ്ഞ് നീ നിൻ്റെ വീട്ടിലേക്കും പോകണ്ട. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ജിനോ. അതേ, മോന് പ്രായം 3 മാസമേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഇതുപോലെയുള്ള തീരുമാനങ്ങളൊക്കെ വേണോ? എല്ലാം നേരത്തെ തീരുമാനിച്ചു വെക്കുന്നത് നല്ലതല്ലേ? പിന്നെ മോനൊരു 2 വയസ്സ് കഴിഞ്ഞാൽ പറയാൻ നേരമില്ല. പെണ്ണ് അവനെ കൂർപ്പിച്ച് നോക്കി. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കണ്ട. ഞാൻ എന്താണോ തീരുമാനിക്കുന്നത് അതേ നടക്കൂ. അന്ന് എൻ്റെ മോള് പറഞ്ഞത് ഇതുവരെ മറന്നിട്ടില്ലല്ലോ. എന്ത്? എനിക്കെൻ്റെ ഷാനുഖാൻ്റെ 5 മക്കളെങ്കിലും പ്രസവിക്കണമെന്ന്? പഠിച്ചോനെ, ഇങ്ങനെ ഇത് മനസ്സിൽ വെച്ച് നടക്കാണോ? ഞാൻ കരുതി അതൊക്കെ മറന്നു പോയി കാണുന്നു. നീ എന്താ ഇപ്പോൾ ആലോചിച്ചേ? ഏയ് ഒന്നുമില്ല. ഇതൊന്നും എന്നോട് മറന്നു പോയിട്ടില്ല എന്നല്ലേ? അങ്ങനെയൊന്നും ഞാൻ മറക്കില്ല മോളെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യം. നിൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാനിതുവരെ എതിര് നിന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ മോളെ ഈ ആഗ്രഹത്തിന് ഞാനായിട്ട് എതിര് നിൽക്കില്ല. പിന്നെ വേറൊരു കാര്യം. എന്താ? ഇനിയുള്ള കാലം എൻ്റെയും എൻ്റെ മക്കളെയും നേഴ്സായാൽ മതി. നീ അതല്ലേ നിൻ്റെ ആഗ്രഹം? അതുപോലെ തന്നെ നടക്കട്ടെ. അവളുടെ മുഖത്തൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അയ്യടാ, അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ ഒരു ചിരി കണ്ടില്ലേ? ദേ മോൻ കരയുന്നു. ഷാനുക്ക ഒന്ന് ചെന്നേ, ഞാൻ ഈ ഡ്രസ്സ് മാറിയിട്ട് ഇപ്പോൾ വരാം. ഞാൻ പോവണോ? ആ വേണം. അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ആളെ മേൽപോട്ട് നോക്കി കരയുകയാണ്. ഈ റൂം പരിചയമില്ലല്ലോ, അതാവും മേൽപോട്ട് നോക്കി കരയുന്നത്. ഉപ്പാൻ്റെ കൽബേ. അവൻ്റെ ശബ്ദം കേട്ടതും കരച്ചിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു. അവൻ്റെ അരികിൽ കയറി കിടന്ന് ആ മുഖത്തേക്ക് നോക്കി. അവൻ സംസാരിക്കുന്നതിനനുസരിച്ച് അവൻ്റേതായ ഭാഷയിൽ ചുണ്ടനക്കി എന്തൊക്കെയോ അവനോട് പറയാൻ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് അവനെ ഇക്കളിപ്പെടുത്തി ചിരിപ്പിക്കും. ഉപ്പാനെ കിട്ടിയപ്പോൾ ഇപ്പോൾ ഒരു കരച്ചിലും ഇല്ലല്ലേ? അവർക്കരികിൽ കിടന്ന് ജീനു അവനെ നോക്കി ചോദിക്കുമ്പോൾ അവൻ എന്തോ തമാശ കേട്ട പോലെ ചിരിക്കുകയാണ്. വയറ്റി കിടക്കുമ്പോഴേ അതിനെ ഓരോന്ന് പറഞ്ഞ് മഴക്കി വെച്ചേക്കല്ലേ. പിന്നെ എങ്ങനെ ഉപ്പാനെ കാണുമ്പോൾ കരച്ചിൽ നിൽക്കാതിരിക്കുക? കുശുമ്പ് കാണിക്കാതെ പെണ്ണെ. ആദ്യം പറയുക ഷാനുഖാനെ പോലെ തന്നെയാണ് മോനെന്ന്. അവൻ എടുത്തോ മോനെ? എടുത്തു. ഒരു കരച്ചിലുമില്ല. എൻ്റെ മോൻ കരയില്ല. കാരണം അവനറിയാം അവൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അത്ര വേണ്ടപ്പെട്ട ആളാണതെന്ന്. ആദ്യം ഇന്ന് പോവോ? തിരക്കിൽ അവനോട് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. ഇല്ല, നാളെ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവും.
ആദ്യം ഡോറിൽ മുട്ടുന്നുണ്ട്. നീ ഒന്ന് നോക്ക് ആരാണെന്ന്. ആ, ആദിയായിരുന്നോ? എന്താ ആദി? സിദ്ധു സാർ വന്നിട്ടുണ്ട്. വരുമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞതാ. കാണാതായപ്പോൾ ഞാൻ ഓർത്തു അവനെന്താ വരാത്തത് എന്ന്. നീ നടന്നോ ആദി, ഞാൻ മോനെ എടുത്തിട്ട് വരാം. അവൻ മോനെയും എടുത്ത് താഴേക്കിറങ്ങുമ്പോൾ അവന് പിന്നാലെ ജിനു വന്നു. മോന് വേണ്ടി എന്തൊക്കെയോ ഗിഫ്റ്റുകളുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. സിദ്ധു മോനെ എടുക്കാൻ വേണ്ടി കൈ കാണിച്ചെങ്കിലും അവൻ നോക്കി ചിരിച്ചതല്ലാതെ അവൻ്റെ അടുത്തേക്ക് പോയില്ല. വന്നില്ലെങ്കിലും വേണ്ടില്ല, ചിരിച്ചല്ലോ, അത് മതി, സിദ്ധു മോൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് സിദ്ധു പോയത്. അന്ന് രാത്രി ഏറെ സമയം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങുമ്പോൾ മോനെ കൊഞ്ചിച്ചും ലാളിച്ചും ആർക്കും മതിയാവുന്നില്ല. ഇന്ന് ഈ വീടിന് വല്ലാത്തൊരു ഭംഗിയല്ലേ ഷാനു? അതെൻ്റെ കൊച്ചുമോൻ വന്നിട്ടാ. എൻ്റെ കയ്യിൽ നിന്നും മോനെ വാങ്ങിച്ചു കൊണ്ട് ഉമ്മ പറഞ്ഞു. അല്ലെങ്കിൽ ഈ വീടിൻ്റെ വെളിച്ചം ഷാനുക്കായും ജിനുത്തായുമാണ്. ഇങ്ങനെ തള്ളി മറക്കാതെ എൻ്റെ സാനെ. ഞാൻ തള്ളിയതല്ല. അന്ന് ഷാനുക്ക ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ട്രിപ്പ് പോയില്ലേ, അന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് ഈ വീടിൻ്റെ വെളിച്ചം നിങ്ങൾ രണ്ടാളാണെന്ന്. നീ വീട്ടിൽ നിന്ന് പോയാലും ഇതേ ഫീലാണ്. ആർക്കും ആരുടെയും കുറവ് നിരത്താൻ പറ്റില്ല ഷാനെ. ഇനി സംസാരിക്കുന്ന നാളെ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോവാ. അവന് പിന്നാലെ തന്നെ ആദ്യം റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോകുമ്പോൾ അവനൊന്ന് ജിനുവിനെ തിരിഞ്ഞു നോക്കി. പെണ്ണ് അത് മനസ്സിലായതുപോലെ മോനെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വേഗം അവൻ്റെ പിന്നാലെ വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മോനും ഉറങ്ങി. ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവമുണ്ടോ ആർക്ക്? എൻ്റെ മോനെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും റൊമാൻസ് ഇടയ്ക്ക് നിന്ന് പോകുമെന്നറിയാൻ ചോദിച്ചതാ. അവളുടെ കവിളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്ന് കരുതേ കടിച്ചു പറിക്കണ്ട, എനിക്ക് ആളെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അന്ന് രാത്രി ഉറക്കം പോലും തേടി വരാത്ത വിധം പരസ്പരം മത്സരിച്ച് പ്രണയിച്ചുകൊണ്ട് അവർ ആ രാത്രിയെ മനോഹരിതമാക്കി മാറ്റി. ഇൻഷാ അല്ലാഹ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി പുതിയ കഥയുമായി പിന്നെ കാണാം.